കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. സ്വസ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും ഉണ്ടോ? ജലദോഷം കുടിച്ചു. ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ സ്വസ്തികയിലെ ഗോപിമാർക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തിനാ വന്നതെന്ന് വെച്ചാല് 11-ാം തീയതി രാധാഷ്ടമിയാണ്. ആ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. 11-ാം തീയതി ബുധനാഴ്ചയാണ്, രാധാഷ്ടമിയാണ്. നമ്മൾ കൃഷ്ണാഷ്ടമി എങ്ങനെയാണോ സെലിബ്രേറ്റ് ചെയ്ത അതുപോലെ തന്നെ വേണോ രാധാഷ്ടമി സെലിബ്രേറ്റ് ചെയ്യാൻ. നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ ഞാന്. എനിക്ക് ഇതിന്റെ ഇടയിൽ വരാൻ പറ്റില്ല, എനിക്ക് പനിയായിപ്പോയി. നമ്മള് വിനായക ചതുർത്ഥിയാണല്ലോ കഴിഞ്ഞ 7th. എനിക്ക് തീരെ വയ്യാഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാ. പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. അന്ന് രാത്രി ആരും പോയിട്ട് ചന്ദ്രനെ കാണരുതേന്ന്. ചന്ദ്രനെ കണ്ടോ ആരെങ്കിലും? ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാല് പേരുദോഷം ഉണ്ടാവും എന്നാ പറയണേ. കഥയൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. ചന്ദ്രൻ കുബേരന്റെ സദ്യക്ക് പോയിട്ട് തിരിച്ചു വന്ന ഗണപതിയെ കണ്ടിട്ട് കളിയാക്കി. അപ്പോഴാണ് അങ്ങനെ ചതുർത്ഥിയുടെ അന്ന് കുബേരൻ ഗണപതിയുടെ പിറന്നാളിന്റെ അന്ന് സദ്യ കൊടുത്തിട്ട് വയറൊക്കെ വീർപ്പിച്ച് പിന്നെ കയ്യിലും കുറച്ച് മോദകം ഒക്കെ ആയിട്ട് വന്ന ഗണപതിയുടെ കയ്യിൽ നിന്ന് മോദകം അങ്ങോട്ട് ഉരുണ്ടുപോയപ്പോ ആളും അങ്ങോട്ട് വീഴാൻ പോയി. അപ്പൊ വീഴാൻ പോയപ്പോ ഇത് കണ്ടിട്ട് കുറെ ഫുഡ് അകത്താക്കിയിട്ടുണ്ട്. പിന്നെ മോദകവും എന്താ പറയാ കയ്യിൽ പിടിച്ചോണ്ട് വരുന്ന നമ്മുടെ ഗണപതിക്കുട്ടനെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രൻ കളിയാക്കിയപ്പോഴാണ് ഇന്നത്തെ ദിവസം നിന്നെ ആര് കാണുന്നോ അവർക്ക് പേരുദോഷം ഉണ്ടാവും, അവരിതുപോലെ ആളുകൾ കളിയാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പോ അപ്പോ ഈ ചതുർത്ഥിയുടെ എങ്ങനെയാ ഇങ്ങനെ പേരുദോഷം മാറ്റാനുള്ള വഴിയും ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാലേ പണ്ട് കൃഷ്ണനും പേരുദോഷം ഉണ്ടായിട്ടുണ്ട്. ഭഗവാന് നിറയെ പേരുദോഷങ്ങളുണ്ട്. പക്ഷെ ചിലതൊക്കെ ഭഗവാൻ അങ്ങോട്ട് സമ്മതിക്കും. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് തന്നെയാ. പക്ഷെ സാധാരണ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം ഭഗവാൻ എന്ന് പറയുന്ന സമൂഹത്തിലെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസും ബ്രേക്ക് ചെയ്ത് ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ ഭഗവാന് 16,008 ഭാര്യമാര് അങ്ങനെയൊക്കെ പറയുന്നു. അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ സത്യം അറിയില്ലല്ലോ. പിന്നെ ഭഗവാനെ കുറിച്ച് അറിയാത്തവര് പറയും, അവിടെ വൃന്ദാവനത്തില് പെണ്ണുങ്ങളുടെ എന്താ പറയാ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന കള്ളനാണ്. പിന്നെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഇങ്ങനെ വെണ്ണയൊക്കെ കട്ട് നടക്കണ എന്താ പറയാ കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് നടക്കണ ആളെയാണോ? അതിന്റെയൊക്കെ പിന്നിലുള്ള തത്വം എന്താന്നുള്ളത് ഭഗവാനെ അറിയുന്നവർക്കേ, ആ ഭക്തിരസം ഉള്ളവർക്കേ അതെന്താണ് അതിന്റെ പിന്നിലുള്ള ആധ്യാത്മിക തത്വം എന്ന് പറയുന്നത് അറിയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ മോശം പറയും. അപ്പൊ ഭഗവാനെ മോശം പറഞ്ഞ എന്താ? ആ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനായി ഭഗവാനെ മോശം പറഞ്ഞ എന്താ സംഭവിക്കുക? അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണ്ടേ, യഥാമാ പ്രപദ്യതേ സ്ഥാം തഥൈവ ഭജാമ്യഹം. എന്നെ ഏത് രീതിയിലാണോ കാണുന്നത് അവരുടെ ജീവിതം അതുപോലെ തന്നെയാവും. ഭഗവാനെ മോശക്കാരനാക്കാൻ നോക്കിയാൽ ആളുടെ ജീവിതത്തിൽ ആൾ അറിയാതെ തന്നെ മോശങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആൾക്കും മോശപ്പേര് കേൾക്കേണ്ടി വരും ഭഗവാന് മോശമാക്കി കഴിഞ്ഞാല്. അപ്പൊ അതാണ് ഭഗവാന്റെ കാര്യങ്ങള്. അപ്പോ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ കുറെ ചീത്തപ്പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെയ്യാത്ത കുറ്റം ഭഗവാനിൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ പോലും ഇഷ്ടാവില്ല. അപ്പൊ സെമന്തക മണി മോഷ്ടിച്ച് മറ്റേ പ്രസന്നെ കൊന്നത് ഭഗവാനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ റൂമേഴ്സ് പറയാൻ തുടങ്ങിയപ്പോ ഭഗവാൻ അത് ചെയ്തിട്ടില്ലാത്ത കാര്യമാകുമ്പോ അത് എന്തായാലും പ്രൂവ് ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടാ തനിക്ക് പേരുദോഷം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതുപോലൊരു ചതുർത്ഥി ദിവസം ഭഗവാൻ ചന്ദ്രനെ കണ്ടിട്ടുണ്ട് അത്രേ. അപ്പൊ അതാണ് ഇങ്ങനെ ഒരു പേരുദോഷം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണുന്നവർക്ക് ഇത് ഉണ്ടാവാതിരിക്കാനുള്ള വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രീമദ് ഭാഗവതത്തിലെയോ നാരായണീയത്തിലെയോ സെമന്തക മണി ആ കഥയുണ്ടല്ലോ, സെമന്തക മണിയുടെ കഥ
അത് വായിക്കുക. അതാണ് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. ഭഗവാന് പേരുദോഷം ഉണ്ടായിട്ട് ഭഗവാൻ നീക്കിയ കഥ വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പേരുദോഷം ഉണ്ടാവില്ല. അതാണ് അതിന്റെ തത്വം. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ചന്ദ്രനെ കണ്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട. ഒരു 10-18 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് സെമന്തകമണിയുടെ കഥ വായിക്കുക. ഭഗവാന്റെ സെമന്തകമണിയുടെ പാർവതി ഞാൻ ചന്ദ്രനെ കണ്ടു. എന്തിനാ കാണാൻ പോയത്? എന്തിനാ കാണാൻ പോയത്? എല്ലാ ദിവസവും പോയി ചന്ദ്രനെ നോക്കാറുണ്ടോ? ഞാൻ എല്ലാ ദിവസവും പോയി ചന്ദ്രനെ നോക്കൂട്ടോ. ഞാൻ ഇങ്ങനെ ഫോണൊക്കെ വരുമ്പോ പുറത്തിങ്ങനെ രാത്രിയിലൊക്കെ ആണെങ്കിൽ എനിക്കിങ്ങനെ നടന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പുറത്ത് ഇറങ്ങി നടന്ന് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കാം. പക്ഷെ ഇന്നലെ ഉണ്ടല്ലോ പലതവണ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ തന്നെ എന്നെ കൺട്രോൾ ചെയ്യാം. ഭഗവാനെ എനിക്ക് അങ്ങനെ തോന്നലുണ്ടാവരുതേ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പൊ അതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ രാധാഷ്ടമിയാണല്ലോ. രാധാഷ്ടമിയുടെ അന്ന് എന്റെ ഒരു വിശേഷം കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ. ഞാൻ ഒരു അഷ്ടപതി കൂടി പാടിയിട്ടുണ്ട്. മാമിയം പോലെ തന്നെ വേറൊരു അഷ്ടപതി ഉണ്ട്, കല്യാണ അഷ്ടപതി. അത് ഞാൻ രാധാഷ്ടമിക്കാണ് യൂട്യൂബിൽ അത് റിലീസ് ചെയ്യാന്ന് വിചാരിക്കുന്ന. അപ്പം യൂട്യൂബിൽ ഞാനത് റിലീസ് ചെയ്യുന്ന രാധാഷ്ടമിക്കാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതെ, അങ്ങനെ ഭയങ്കരമായിട്ട് റിലീസിങ് അങ്ങനെയൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ എന്ത്, നമ്മളൊരു ഇഷ്ടത്തിന് ഭഗവാന് വേണ്ടി സമർപ്പിച്ച് രാധാറാണിക്ക് വേണ്ടി സമർപ്പിച്ചിടുന്നു. അത് നിങ്ങൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി കേൾക്കാൻ വേണ്ടിയിട്ടും ഭക്തജനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും ഭക്തജനങ്ങളെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടും മാത്രമുള്ളതാണ്. അപ്പൊ അത് ഞാനിങ്ങനെ നാരായണാലയം ഉണ്ടല്ലോ, നമ്മുടെ ഗുരുവായൂരത്തെ വടക്കേനടയിലെ നാരായണാലയം, അവിടെ കുറെ അമ്മമാരൊക്കെ വന്നിരുന്ന് പാട്ട് പാടും, അവര് ഭാഗവത സപ്താഹം നടത്തും, നാരായണീയം നടത്തും, ഒക്കെ നടത്തുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ പ്ലേ ചെയ്യാം, എന്നിട്ട് അവിടെ ഇരുന്ന് കേൾക്കാം. അവിടെ ഇരിക്കുമ്പോ ഗുരുവായൂരപ്പ അവിടെ ഉണ്ടല്ലോ, പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം അവിടെ അല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ പ്ലേ ചെയ്യാം, എന്നിട്ട് അവിടെ ഇരുന്ന് കേൾക്കാം, എന്നിട്ട് അത് നിങ്ങൾക്ക് ലൈവായിട്ട് കേൾപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം സെപ്റ്റംബർ 11 രാധാഷ്ടമിയുടെ അന്ന് ഞാൻ ഗുരുവായൂർ വരും. ഗുരുവായൂർ ഏത് ടൈം സ്ലോട്ടിലാണ് അത് പ്ലേ ചെയ്യണമെന്ന് സ്വാമിജി പറഞ്ഞിട്ടില്ല. അന്ന് 12:30 വരെ ഏകദേശം നമ്മുടെ രാധാഷ്ടമിയുടെ തിഥി കഴിയണ വരെ നമ്മൾ വ്രതം എടുക്കുമല്ലോ. അപ്പൊ അതിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ ഇത് പ്ലേ ചെയ്യാൻ ഒരു അവസരം തരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവർ ഏത് ടൈം സ്ലോട്ടാണോ എനിക്ക് തരിക അതിനനുസരിച്ച് ഞാൻ അവിടെ അത് ഇതാക്കും. നിങ്ങളും വരുമോ? നിങ്ങളിൽ വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വരൂ, നമുക്ക് ഒരുമിച്ച് അവിടെ ഇരുന്നിട്ട് രാധാ സഹസ്രനാമം, പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ, നമുക്ക് അഷ്ടപതിയൊക്കെ വേറെ അഷ്ടപതിയൊക്കെ അവിടെ ഇരുന്നിട്ട് ചൊല്ലാന്നേ. നിങ്ങൾ പറ്റണവര് വരൂ. അന്ന് ഒരു 10 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് ഗുരുവായൂരില് എന്താ പറയാ വടക്കേ നടയിലുള്ള നാരായണാലയമാണ് കേട്ടോ. നാരായണാലയത്തിലേക്ക് വരൂ. പൂന്താന തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള സ്ഥലമാണ്. നമ്മുടെ ആഞ്ഞം തിരുമേനിയുടെ സമാധി സ്ഥാനാണ് അത്. അവിടെ വളരെ പവിത്രമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അവിടേക്ക് വരൂ, വരാൻ പറ്റുന്നവര് വരൂ കേട്ടോ. അപ്പൊ നമുക്ക് ഒരുമിച്ചിരുന്ന് നാമം ചൊല്ലാം. നമുക്ക് രാധാറാണീനെ അപ്പോ ഓർക്കാം. കാരണം രാധാറാണിയെ കുറിച്ച് പറയുന്നതാണല്ലോ ഭഗവാൻ ഇഷ്ടം. രാധാ ഹൃദയം ഹരിമധുനിലയം, രാധാ ഹൃദയം ഹരിമധുനിലയം, അധരം ശോണം മനസി ജബാണം, അധരം ശോണം മനസി ജബാണം, സുഗന്ധദയാനം സുരുചിരവദനം, സുഗന്ധദയാനം സുരുചിരവദനം, ലാസ്യം മതിമോഹനം, കൃഷ്ണ കൃപാസാഗരം, കൃഷ്ണ കൃപാസാഗരം, ഗുരുവായൂപുരം ജനിമോക്ഷകരം, ഗുരുവായൂപുരം ജനിമോക്ഷകരം. ഇത് രസമുള്ള പാട്ടല്ലേ? അത് സർഗം എന്ന് പറഞ്ഞൊരു സിനിമയിലെ പാട്ടാണ്. ചാരുകേശി എന്ന് പറഞ്ഞ അതിസുന്ദരമായ രാഗാണ് കേട്ടോ. ചാരുകേശി രാഗം എനിക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ആ രാഗത്തിലുള്ള വേറൊരു പാട്ട് വലിയ ഇഷ്ടമാണ്.
സ്വാതി തിരുനാൾ മഹാരാജാവ് എഴുതിയ ഒരു കീർത്തനം ഉണ്ട് അതില്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാരുകേശി രാഗത്തില്. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ പാട്ടിന്റെ വരികൾ നിങ്ങൾ കണ്ടോ? രാധാഹൃദയം, പിന്നെ മുനിജനവന്ദിത മുരഹരബാലം മുനി. എത്ര ഭംഗിയായിട്ട് ഭഗവാനെ ഉൾക്കൊണ്ട ഒരാൾക്ക് ഈ വരികൾ എഴുതാൻ പറ്റുള്ളൂ. ആ വരികൾ എഴുതിക്കുന്നത് ഒരു അതർ റിലീജിയനിലുള്ള ആളാ. യൂസഫ് അലി കേച്ചേരി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഒരു ലിറിസിസ്റ്റ്. അദ്ദേഹം വേറൊരു റിലീജിയനിലുള്ള ആളാ, ഒരു മുസ്ലിമാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം എഴുതിയ വരികൾ നമുക്ക് ഈ പാട്ട് ഇങ്ങനെ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് കേട്ടോ. മിക്കവാറും ഞാൻ ഈ പാട്ട് കേൾക്കുവേ, വണ്ടിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. അപ്പൊ ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ രാധാ ഹൃദയം എന്ന് പറയുമ്പോൾ എനിക്ക് കണ്ണിങ്ങനെ നിറയും. എന്ത് മനോഹരല്ലേ ഭഗവാൻ. രാധയുടെ ഹൃദയം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ഒരു ഇത്, ഭഗവാന്റെ ഹരിയുടെ മധുനിലയം, ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണ് രാധയുടെ ഹൃദയം എന്ന് പറയുന്നത്. എന്തൊരു വരികളാണ് അതിലെ ഓരോരോ വരികളും. അപ്പൊ അത്രയും ഭംഗിയായിട്ട് രാധയുടെ കൃഷ്ണയുടെ ആ പ്രേമ സങ്കല്പം, നമ്മൾ ഏത് ഒരു നല്ല ട്രൂ ലവ്, ഡിവൈൻ ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതികമായിട്ടാണ് കാണണമെങ്കിൽ ഒരിക്കലും രാധയുടെ കൃഷ്ണന്റെയും സ്നേഹം എന്ന് പറയുന്ന ഭൗതിക നിലവാരത്തിലുള്ള ഒരു കാര്യമല്ല. നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത് വലിയൊരു സിന്നാണ്, പാപമാണെന്നാണ് പറയുന്നത്. എന്റെ മാതാജിക്ക് പറയും, അങ്ങനെ നമ്മൾ ഭൂമിയിലെ ഭൗതിക ലോകത്തിലെ ഒരു സ്നേഹബന്ധങ്ങളെയും രാധാകൃഷ്ണനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോലും പാടില്ല എന്ന് പറയും. പക്ഷെ എന്നാലും നമ്മൾ എത്ര സാഹിത്യ സൃഷ്ടികള്, എത്ര പാട്ടുകള്, നൃത്തങ്ങളൊക്കെ രാധയുടെ കൃഷ്ണന്റെയും വരുമ്പോ അതില് ഉള്ള ആ ഡിവൈനിറ്റി, അതിൽ ആ പ്രേമം, അവരുടെ ആ സ്നേഹം ഒക്കെ വാക്കുകളായിട്ട് എഴുതുമ്പോ ആ പാട്ടിന് തന്നെ ഒരു മധുരം, ഒരു സ്വീറ്റ്നെസ് വരാണ്. അതാണല്ലോ അഷ്ടപതി എന്ന് പറയുന്നത്. അതാണല്ലോ ജയദേവ കവികൾ രചിച്ച അഷ്ടപതിയിലെ ഓരോ അഷ്ടപതിയും സ്വീറ്റാണ്. ഒന്ന് ശർക്കരയാണെങ്കിൽ ഒന്ന് പഞ്ചസാര, ഒന്ന് ലഡു, ജിലേബി, അങ്ങനെ ഓരോന്നും സ്വീറ്റ് ആണ്. അതെന്തുകൊണ്ടാണ് അത് കേൾക്കണവർക്ക് പലരും പറയും ഇതിന്റെ അർത്ഥം പോലും നമുക്ക് അറിയില്ല, എന്നാലും അത് കേൾക്കുമ്പോ മനസ്സിന് എന്തൊരു സുഖാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതാണ് അത് ഭഗവാന്റെ രാധാറാണിയുടെ ആ സ്നേഹത്തിന്റെ ആ ഒരു ഡിവൈനിറ്റി അത് ഉൾക്കൊണ്ടിട്ടാണ് ആ ഒരു സൃഷ്ടി ഉണ്ടാവണമെങ്കിൽ അതിന്റെ ആ മധുരം ഹൃദയത്തിൽ ഇരുന്ന് ഭഗവാൻ ആസ്വദിക്കുമ്പോഴാണ് ആ സംഗീതത്തിന്, ആ നൃത്തത്തിന്, ആ ഒരു കലാ സൃഷ്ടി എന്തായിക്കോട്ടെ, അത് ഒരു പടം ആയിക്കോട്ടെ, അത് ഭഗവാനെ രാധാറാണിയെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ആ പടം പോലും വരയ്ക്കണമെങ്കിൽ അതിനൊരു സൗന്ദര്യോ എന്താ പറയാ, ഒരു അട്രാക്ഷൻ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഓൾ അട്രാക്റ്റീവ് ആണല്ലോ. അപ്പൊ ആ ഓൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളെ എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചു നിർത്തുന്ന ആളാണ്. മദന മോഹന മോഹിനിയാണ്, ഹ്ലാദിനി ശക്തിയാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പൊ ആ ആളെന്നെ, ആ ഓൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളെന്നെ വരെ അട്രാക്ട് ചെയ്യുന്ന ആ രാധയുടെ കൃഷ്ണന്റെ ആ സംയോഗം, അല്ല അവർ ചേർന്നിരിക്കുന്ന എന്ത് സൃഷ്ടികളായിക്കോട്ടെ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പൊ അതാണ് രാധാ കൃഷ്ണ സങ്കല്പം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു രാധയുടെ കൃഷ്ണന്റെ. നമുക്ക് എപ്പോഴും എന്റെ മാതാജി പറയും, ഒരിക്കലും രാധയുടെ കൃഷ്ണന്റെ കഥ പബ്ലിക്കായിട്ട് നമ്മൾ പറയാൻ പാടില്ല എന്ന് പറയും. എനിക്ക് ഒരുപാട് പാപം കിട്ടും എന്നാ പറയണത്. എനിക്ക് പാപം കിട്ടിയ ഈ കഥ കേൾക്കണം, എന്റെ പാപം നിങ്ങൾ ഏറ്റെടുക്കോ? ഞാൻ ഇതിലാണ് ചേച്ചി, ഞാൻ ലൈവിലാണ്. അതെയോ, ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് വരാം. ഞാൻ വരാം കേട്ടോ പുറത്തേക്ക്. എവിടെ, കല്യാണത്തിന് വന്നാണോ? അതെയോ, എന്നെ മുന്നേ കണ്ടിട്ടുണ്ടോ? കയറി വരൂ. ഞാൻ ഈ സമയം ഒരു ലൈവ് ചെയ്യാന്ന് വിചാരിച്ചേ, രാധാഷ്ടമി അല്ലേ. നമസ്കാരം. അതുകൊണ്ടാ എണീക്കാത്ത. ശരി. എന്നെ അറിയാമോ? കണ്ടിട്ടുണ്ട് ഇതില്. അതെയോ, ഓക്കെ. കല്യാണം പോയോ, വീട്ടിൽ പോയോ? ഞാൻ ഇതിൽ ഇരിക്കുന്നോണ്ടാണ് കേട്ടോ വരാത്ത. കുറച്ചൊരു കഴിഞ്ഞിട്ട് ഞാനും വരാം ചേച്ചി. ഇവിടെ ഉണ്ടാവോ അവര്? പോവോ? ഓയോ, ഒരു സന്തോഷം. എവിടെ, വീട് എവിടെയാ? ഓക്കെ. എന്താ ചെയ്യണേ? ഓക്കെ. നമ്മളെ കാണാൻ വേണ്ടിട്ട് കുറച്ച് ആളുകൾ വന്നതാണ്. ഒരു സെക്കൻഡ്. ഞാൻ ലൈവിലാണ്, അപ്പൊ അതുകൊണ്ടാണ് വീട്ടില് ഒരു ആളുകൾ കാണാൻ വന്നിട്ട് എണിക്കാതെ. ലൈവിൽ ഇപ്പൊ നിങ്ങളെയും കാണുന്നുണ്ട്. ഇവിടെ ഒരു കല്യാണം. ഹസ്ബൻഡ് മോള് പോയിക്കിന്. അതെ. എന്താ പേര് മോന്റെ?
അയ്യോടാ എന്താണ് ക്യൂട്ടാണ്. നിക്ക ഞാനൊരു സാധനം തരാം. എന്തായാലും കഷ്ടപ്പെട്ട് എന്നെ കാണാൻ വന്നത് അഷ്ടപതി മോന് ഗീത ഗോവിന്ദ. സന്തോഷായ താങ്ക് യു പറ. ഹരേ കൃഷ്ണ പറ. ഹരേ കൃഷ്ണ എന്ന് പറ. എന്താ മോളെ പേരെന്താ? അനിർ വിന്യ. ആ ഡിഫറെന്റ് പേര്. മോന്റെ പേര് ശ്രീയാൻ. ഓക്കെ ഓക്കെ ശരി ചേച്ചി. ഓക്കെ ഇദ്ദേഹം ആ അമ്മയാണ് കാണുന്നത്. ഓക്കെ ഓക്കെ ശരി ശരി ചേച്ചി. ഓക്കെ ബൈ. ഹരേ കൃഷ്ണ. ടാറ്റ. നമ്മുടെ വീട്ടിലൊരാള് വന്നു, അതുകൊണ്ട് ഞാൻ എണീറ്റതാണ്. ഓക്കെ സർവം കൃഷ്ണാർപ്പണമസ്തു. നമ്മള് രാധയുടെ കൃഷ്ണന്റെ കഥയല്ലേ ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാല് അതായത് നമ്മൾ രാധയുടെ കൃഷ്ണന്റെ കഥ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല എന്ന് എന്നോട് എപ്പോഴും മാതാജി പറയും. പക്ഷെ മാതാജി പറയും യു മേ ഹാവ് ദാറ്റ് ക്വാളിറ്റി. എനിക്ക് അതില്ല. ഞാൻ അങ്ങനെ മാതാജിനോട് ചോദിക്കും കൃഷ്ണന്റെ രാധയുടെ കഥ പറഞ്ഞാ മാതാജി എനിക്ക് ഓരോരോ കഥകളായിട്ട് പറഞ്ഞുതരുമോ എന്ന് ചോദിക്കുമ്പോ എന്നോട് മാതാജി പറയും എനിക്ക് സ്വസ്തിക അതിനുള്ള ക്വാളിറ്റി ഇല്ല. സ്വസ്തിക പറയൂ, സ്വസ്തിക പറഞ്ഞോളൂ, എനിക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല എന്ന് പറയും. മാതാജിക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ല കേട്ടോ. പക്ഷെ എന്നിട്ട് ഞാൻ എന്തിനാ പറയണെന്ന് വെച്ചാല് എനിക്കറിയില്ല. ഭഗവാനും രാധാറാണിയും പറയിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ആ കഥകള് നമ്മൾ പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ആ ഡിവൈനിറ്റിയിൽ അത് എടുക്കില്ല ആളുകള്. അവരുടനെ അത് ഭൗതിക തരത്തിലുള്ള റിലേഷൻഷിപ്പുമായിട്ട് അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് അത് നമ്മുടെ ഇതിന് പിന്നെ അത് നമുക്ക് നല്ലതായിട്ട് വരില്ല. അതുകൊണ്ടാണ് ആ കഥകള് രാധയുടെ കൃഷ്ണന്റെ കഥകള് നമ്മൾ പബ്ലിക്കായിട്ട് പറയരുത് എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ കഥകൾ പറയും. അപ്പൊ എനിക്ക് പാപം കിട്ടുമെന്നാ തോന്നുന്നത്. അങ്ങനെ പാപം കിട്ടുകയാണെങ്കിൽ സ്വസ്തിയിലെ ഗോപികോപന്മാരെ എന്റെ പാപം കൂടി ഏറ്റെടുക്കോ? സാരില്ല. കൃഷ്ണന്റെ രാധാറാണിയുടെ കൃഷ്ണന്റെ കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പാപം കിട്ടുകയാണെങ്കിൽ ഞാനത് ഏറ്റെടുത്തോളാം, കുഴപ്പമില്ല. പക്ഷെ അത് മൊത്തം ആ പാപങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങളുടെ ഉള്ളില് ആ സന്തോഷം, ആനന്ദം, ഭഗവാന്റെ രാധാറാണിയുടെ ആ മാധുര്യ പ്രേമ ഭക്തിരസം നിറയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ എനിക്കത് ആണ് സന്തോഷം എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ എനിക്ക് ഇച്ചിരി പാപമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ വേറെ മോശം കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നേ. അപ്പോ പുറകിലൊരു കണ്ണൻ ഒളിഞ്ഞു നോക്കുന്നു. പുറകില് കണ്ണനും ഉണ്ട്, രാധാറാണിയുണ്ട്, കണ്ണനുണ്ട്. ഫുള്ളും ഈ വീട് ഫുള്ളും രാധയും കൃഷ്ണനും എല്ലാരും ഉണ്ട്. ഫുൾ വീട് മുഴുവനും അതാണ്. ഇവിടെ മുന്നേ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഒരു ചേച്ചി എനിക്ക് സഹായിക്കാനൊക്കെ ഒരു ചേച്ചി വരുമായിരുന്നു. ആ ചേച്ചി ഇപ്പൊ ഞാൻ ഇവിടുന്ന് രാവിലെ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ആരും ഉണ്ടാവില്ല. അപ്പൊ ആ ചേച്ചി ഒരു ഉച്ചയ്ക്ക് സമയമാകുമ്പോഴാണ് വരുന്നത്. അടിച്ചു വാരി തുടയ്ക്കാനൊക്കെയാണ് വരുന്നത്. 2 ദിവസത്തേക്ക് ഉള്ളൂ, ആഴ്ചയിൽ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ചേച്ചി ഒരാഴ്ച വന്നിട്ട് പിന്നെ ആ ചേച്ചി വരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം? അത് മോളെ എനിക്ക് അതിനുള്ളിൽ കയറുമ്പോ പേടിയാവുന്നു. അതിനുള്ളിൽ ഭഗവാൻ ഉണ്ടെന്ന് തോന്നുക. എനിക്ക് അതിനുള്ളിൽ കയറുമ്പോ ഭഗവാൻ ഉണ്ടോ, വീട്ടിന്റെ അകത്ത് കയറുമ്പോ ഭഗവാൻ ഉണ്ടോന്ന് തോന്നുകയാണെന്ന്. അപ്പൊ ഞാൻ പറയും ഭഗവാനല്ലേ ഉള്ളത്, ചെകുത്താനല്ലല്ലോ ഇവിടെ ഉള്ളത്. അല്ല മോളുടെ ആ വിഗ്രഹവും ആ നിറയെ കൃഷ്ണന്റെ രാധയുടെ പടങ്ങളും കൊറേ പടങ്ങളും ഭഗവാന്റെ പടങ്ങളും ഒക്കെ കാണുമ്പോ എനിക്ക് പേടിയാവാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ പറ്റണില്ല. വേറെ ആരോ ഉള്ള പോലെ തോന്നുകയാണ് വീട്ടിനുള്ളിലെന്ന്. ഞാൻ പറഞ്ഞു വേറെ ആരുമല്ല, അത് ഭഗവാനാണുള്ളത്. ഇവിടെ ഭഗവാൻ ഉണ്ടാവും, അതെന്തായാലും ഉണ്ടാവും. അതിന് ചേച്ചി പേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. ചേച്ചിയുടെ വീട്ടിലുണ്ട്, ചേച്ചി ഇത് കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ വീട്ടിൽ വന്നിട്ട് ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് പോവാണെങ്കിൽ കൊള്ളാം, നല്ല കാര്യമായി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ചേച്ചി പേടിച്ചിട്ട് പിന്നെ വരാതായി. പിന്നെ വേറൊരു ചേച്ചി ഇപ്പൊ വരുന്നത്. ഭയങ്കര പേടി, വീടിനുള്ളിൽ ഭഗവാൻ ഉണ്ടോന്ന് പേടി.
അപ്പൊ അതാണ് ഇപ്പോഴത്തെ ആളുകൾ എന്ന് പറയുന്നത്. അതായത് വീട്ടിനുള്ളിൽ ഭഗവാൻ വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ അയ്യോ അവിടെ ഭഗവാൻ വരും, അവിടെ അവിടെ ഇങ്ങനെ ചെയ്യരുത്, വിളക്ക് വെക്കുക, പൂജിക്കുക, ഭഗവാൻ ഭക്ഷണം കൊടുക്കുക, എന്തൊക്കെ മോശമാണ് നിങ്ങൾ ചെയ്യുന്നത്. അവിടെ ഈശ്വരൻ വരില്ലേ, ഈശ്വര സാന്നിധ്യം ഉണ്ടാവില്ലേ? പിന്നെ ഈശ്വര സാന്നിധ്യം അല്ലാണ്ട് പിന്നെ ചെകുത്താന്റെ സാന്നിധ്യമാണോ വീട്ടിലുണ്ടാവേണ്ടത്? അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. വീട്ടില് ഭഗവാനാണ് ഉണ്ടാവേണ്ടത്. വീട്ടിൽ ഭഗവാന്റെയും രാധാറാണിയുടെയും സാന്നിധ്യം ഉണ്ടാവണം. അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അത് പേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിലല്ലേ. അല്ലെ നമ്മൾ എന്തിനാ ഭഗവാൻ പേടിക്കേണ്ട കാര്യം എന്താ? ഈശ്വരനോട് സ്നേഹവും പ്രേമവും അല്ലേ തോന്നേണ്ടത്? എന്തിനാ ഭഗവാനെ പേടിക്കേണ്ട കാര്യം എന്താ? ഈശ്വരനെ പല പേരുകളിൽ, പല നാമങ്ങളില്, പല റിലീജിയൻസിൽ വിളിക്കുന്ന അവരെല്ലാരും ഈശ്വരനെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സമയം ഈശ്വരന്റെ നാമം ഉരുവിട്ടുകൊണ്ട് ഈശ്വരനെ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടത്. ഭഗവാന് നമ്മളെ ഈശ്വരൻ എന്താ പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കണേ. അതായത് നമ്മള് എടുത്ത് സ്നേഹിക്കാനാണ് പഠിപ്പിച്ചിരുന്നത്. ആ സ്നേഹത്തിന്റെ പ്രതിരൂപമാണ് രാധേ കൃഷ്ണ സങ്കല്പം എന്ന് പറയുന്നത്. ഭഗവാൻ കൂട്ടിനുള്ളത് വീട്ടിലുള്ള നല്ലതല്ലേ. ചേച്ചിക്ക് ജോലി ചെയ്യുമ്പോ ഇവിടെ കൃഷ്ണൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ ഭഗവാൻ ഉണ്ടല്ലോ ഇവിടെ എന്ന് ആലോചിച്ച് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിനു പകരം അത് പേടിക്കുകയാണോ ചെയ്യേണ്ടത്? അപ്പൊ അങ്ങനെയൊക്കെയാണ്. മാമിയം ഞാൻ ഓൾറെഡി പാടി ഇട്ടിക്കണു. ഇനി അടുത്ത രാധാവദനാണ് നമ്മള് 11-ാം തീയതി റിലീസ് ചെയ്യണ. മാമിയത്തിനെക്കാളും നല്ല രസമാണ് രാധാവദനം കേൾക്കാൻ. രാധാവദനം അതിലും രസമായിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര, മറ്റേ മാമിയെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണീരാണ് വന്നതെങ്കിൽ ഈ രാധാവദനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ഫുൾ ഓഫ് ബ്ലിസ് ഓഫ് ലവ് കൊണ്ട് നിറയും. കാരണം രാധാവദനം കല്യാണ അഷ്ടപതിയാണ്. രാധയും കൃഷ്ണനും തമ്മിൽ പിണങ്ങി ഇരുന്നിട്ട് അവർ തമ്മിൽ ചേരാണ്. അപ്പൊ രാധയും കൃഷ്ണനെ കാണുന്നു. കുറെ നേരത്തിന് ശേഷം നമ്മൾ ഭഗവാനെ കാണുന്നു. രാധയായിട്ട് അവിടെ നിങ്ങളെ സങ്കല്പിക്കുക, അല്ലെങ്കിൽ കൃഷ്ണനായിട്ട്. അപ്പൊ അവിടെ നിങ്ങൾ കാണുകയാണ്, ഭഗവാനെ കാണുകയാണ്. അപ്പൊ ആ കാണുമ്പോഴുള്ള സന്തോഷാണ് രാധാവദനം തുടങ്ങുന്ന കല്യാണാഷ്ടപതി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത് കേൾക്കുമ്പോ മാമിയം കേൾക്കുമ്പോൾ ആ വിരഹത്തിന്റെ സങ്കടമൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ഹാർട്ട് ഫുൾ ഓഫ് ലവ്, ബ്ലിസ് ആവും. സന്തോഷാണ് വരിക. ഇനി കരയാണെങ്കിൽ തന്നെ സന്തോഷ കണ്ണുനീരായിരിക്കും നിങ്ങൾക്ക് വരിക. ഉറപ്പാണ്. അപ്പൊ എല്ലാവരും അത് കേൾക്കണം. ഈ മാമിയം കേട്ടതുപോലെ എല്ലാ ഭക്തജനങ്ങളും, എല്ലാ ഗോപികോപന്മാരും മറ്റേ അതും കൂടി കേൾക്കണം കേട്ടോ. രാധാവദനും കൂടി കേൾക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കഥ എന്ന് പറയുന്നത് രാധയുടെ കൃഷ്ണന്റെ ഒരു കഥയുണ്ട്. അതായത് രാധാറാണി വിവാഹം കഴിഞ്ഞു പോയി. അപ്പോ രാധയ്ക്ക് ഭഗവാന് രാധാറാണീനെ കാണാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോ വൃന്ദാവനത്തിലെ കൂട്ടുകാരിമാരാണ് ഇവർ തമ്മിലുള്ള കാണാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. രാധാറാണിക്ക് കുറെ കൂട്ടുകാരിമാരുണ്ട്. അപ്പോ ഉജ്ജ്വല നീലമണി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അത് ഹയർ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് വായിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ആർക്കും വായിക്കണമെന്ന്. പിന്നെ അതിന്റെ മലയാള വേർഷൻ ഒന്നുമില്ല, ഒന്നിലെ ഹിന്ദി ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അപ്പോ ആ പുസ്തകത്തില് വ്രജഗോപികമാരെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. കൃഷ്ണന്റെ ഓരോരോ വ്രജഗോപികമാരെ, അവരുടെ ഭാവം എന്താണ്, എല്ലാം അതിലുണ്ട്. രാധാറാണിയുടെ ഗോപികമാര് ആരൊക്കെയാണ്, കൃഷ്ണന്റെ രാധാറാണിന്റെ കോമൺ ആയിട്ടുള്ള ഗോപികമാര്, അങ്ങനെ കുറെ ഗോപികാ വൃന്ദത്തെ കുറിച്ചിട്ട് തന്നെ ഗോപന്മാരെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. കൃഷ്ണന്റെ പ്രിയപ്പെട്ട ഗോപാലകന്മാർ എങ്ങനെയാണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അവരെങ്ങനെയാ കൃഷ്ണനെ സഹായിക്കുന്നത്, അതൊക്കെ അതിലുണ്ട്, ആ പുസ്തകത്തിലുണ്ട്. രൂപഗോസ്വാമി രചിച്ചതാണ് ആ പുസ്തകം. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ വായിക്കില്ല. ഞാൻ ഒരിക്കലും അത് വായിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഹയർ ലെവൽ ഓഫ് ഭക്തി മീൻസ് ഹയർ ലെവൽ ഓഫ് ഭക്തി എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണ സങ്കല്പം എന്താണെന്ന് മനസ്സിൽ ഉറച്ചവര് അത് വായിക്കുക. അപ്പൊ ആ പുസ്തകത്തിലാണ് ഗോപികമാരെ കുറിച്ച് എഴുതിക്കുന്നത്. അതായത് കൃഷ്ണനെ സ്നേഹിക്കുന്ന ഗോപികമാര് 3 ചേരിയിലാണ്. അതായത് രാധാറാണിയുടെ പക്ഷത്ത് കുറെ പേരുണ്ടാവും. രാധാറാണിയുടെ പക്ഷത്തുള്ള കുറെ പേർക്ക് അപ്പുറത്ത് ചന്ദ്രാവലി എന്ന് പറഞ്ഞ വേറൊരു ഗോപികയുണ്ട്. ഭഗവാന് പ്രിയപ്പെട്ട മറ്റൊരു ഗോപിക കൂടിയുണ്ട്, ചന്ദ്രാവലി. പക്ഷെ 2 ഗോപികമാരിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടത് രാധാറാണി തന്നെയാണ്. അപ്പൊ ചന്ദ്രാവലിയുടെ പക്ഷത്ത് വേറെ കുറെ ഗോപികമാരുണ്ട്. ഇതിന്റെ ഇടയിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്ന വേറെ കുറെ ഗോപികമാരുണ്ട്. ഈ 2 പക്ഷത്തും ഉണ്ട്, അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. എന്നിട്ട് ഈ രാധാറാണിയുടെ ഗോപികമാര് സ്ട്രോങ് ആയിട്ട് എപ്പോഴും രാധയും കൃഷ്ണനും തമ്മിൽ ഒന്നു ചേരണം എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാ. ചന്ദ്രാവലിയുടെ പക്ഷത്തുള്ള ഗോപികമാര് ചന്ദ്രാവലി കൃഷ്ണനും തമ്മിൽ എപ്പോഴും ചേരണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇനി ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഗോപികമാർക്ക് കൃഷ്ണനും ഇഷ്ടമാണ്, രാധയും ഇഷ്ടമാണ്.
അതിന്റെ ഇടയിൽ തന്നെ കൃഷ്ണനെ ഇഷ്ടമാണ്, എന്നാൽ രാധയെ ഇഷ്ടമല്ല, ചന്ദ്രാവലി ഇഷ്ടമല്ല, അങ്ങനത്തെ ടൈപ്പുള്ളവരും ഉണ്ട്. പക്ഷെ ഇതിനെല്ലാത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗോപികമാർ തമ്മിലുള്ള അടി, പിടി, അസൂയ, ദേഷ്യം എല്ലാം ഭഗവാന്റെ പേരിലാണ്. ഒരാൾ മറ്റൊരാളെക്കാൾ ഭക്തിയുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെക്കാൾ നന്നായിട്ട് ഭഗവാനെ അറിയാം, അങ്ങനെ അങ്ങനെ ഒരാൾ മറ്റൊരാളെക്കാൾ കൂടുതലായിട്ട് ഭഗവാനെ പാട്ടുപാടി സന്തോഷിപ്പിക്കുന്നു, നൃത്തം ചെയ്ത് സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ പേരിലാണ് അവിടെ ഫുള്ള് ഈർഷ്യ, കോപം, അസൂയ എല്ലാം ഉണ്ട് കേട്ടോ. ഭൗതികപരമായ എല്ലാ വികാര വിചാരങ്ങളും ഭഗവാന്റെ പേരിൽ ഈ ഗോപികമാർ തമ്മിലുള്ളതുണ്ട്. പക്ഷെ അത് സ്പിരിച്വൽ വേൾഡിൽ വരുമ്പോ അത് തെറ്റല്ല എന്നാണ് പറയുന്നത്. അതായത് സ്പിരിച്വൽ ബേസിസിൽ ഭഗവാന്റെ ആ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ ആ ഒരു പോസസീവ്നെസ്, ഭഗവാനോടുള്ള സ്നേഹം കാരണം ഉണ്ടാവണ ഗോപികമാര് തമ്മിൽ ഉണ്ടാവണ പോസസീവ്നെസ്, ഗോപികമാര് തമ്മിൽ ഉണ്ടാവണ സ്നേഹം. ഇപ്പോ രാധാറാണീനെ അത്രയധികം സ്നേഹിക്കുന്ന ഗോപികമാരെ കൃഷ്ണനും ഒരുപാട് ഇഷ്ടാന്നാ പറയണത്. രാധാറാണീനെ എത്രമാത്രം സ്നേഹിക്കുവോ അത്രയും കൃഷ്ണൻ ആ ഗോപികമാരെ ഇഷ്ടാന്നാ പറയണത്. അപ്പൊ ലളിത സഖി, വിശാഖ സഖി ഒക്കെ രാധാറാണീനെയാണ് സ്നേഹിക്കുന്നത്. അത് കാരണം കൃഷ്ണന് എന്തെങ്കിലും പ്രശ്നം കൃഷ്ണൻ രാധയും തമ്മിൽ ഉണ്ടായ ഈ ഗോപികമാരില് ഈ പ്രധാനപ്പെട്ട ഗോപികമാരൊക്കെ രാധാറാണിയുടെ പക്ഷേ നിൽക്കുള്ളൂ, കൃഷ്ണന്റെ പക്ഷം നിൽക്കില്ല. പക്ഷെ കൃഷ്ണൻ അത് എൻജോയ് ചെയ്യാ എന്റെ രാധയുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്നാ പറയാം. അപ്പൊ ആ രാധയുടെ കൂടെ നിൽക്കണ ഗോപികമാരെ കൃഷ്ണൻ ഭയങ്കര ഇഷ്ടമാണ്, എന്തും ചെയ്തു കൊടുക്കും അവർക്ക് വേണ്ടിട്ട്. അപ്പൊ അതാണ് ഗോപികമാരുടെ കുറെ നമ്മള് ഇപ്പൊ ചില ഗോപികമാര് ചിലപ്പോ രാധയുടെ കൂടെ നിന്ന് രാധനെ സപ്പോർട്ട് ചെയ്യും, കുറച്ച് കഴിയുമ്പോ രാധയായിട്ട് പിണങ്ങിയിട്ട് അപ്പുറത്തെ ബാച്ചിലേക്ക് പോയി ചേരും. ഇതെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൗതിക വേൾഡിൽ ഉണ്ടാവും ഭക്തര് തമ്മില് എല്ലാവരും ഇത് പക്ഷെ ഇതില് ഭഗവാൻ അത് എൻജോയ് ചെയ്യാന്ന് പറയണം. നമ്മൾ കുശുമ്പ് കാണിക്കുമ്പോ, നമ്മൾ പോസസീവ്നെസ് കാണിക്കുമ്പോ ഒക്കെ അത് ഭഗവാൻ അത് ആസ്വദിക്കുന്ന പറയണത്. അതായിരുന്നു വൃന്ദാവനത്തിൽ നടന്നത്. എന്നാ ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് പോയി മധുരയിലേക്ക് പോയപ്പോണ്ടല്ലോ ഈ ഗോപികന്മാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കറിയാം. അപ്പൊ രാധാറാണി ചന്ദ്രാവലിനോട് പറയാം, നീ എത്ര ഭാഗ്യവതിയാണ് എന്ന് പറയും. അപ്പൊ ചന്ദ്രാവലി തിരിച്ച് രാധാറാണിയോട് പറയും, രാധാറാണി ഞാനല്ല ഭാഗ്യവതി, നീയല്ലേ ഭാഗ്യവതി, നിനക്ക് കൃഷ്ണനെ ഇങ്ങനെ കിട്ടിയില്ലേ, നിനക്ക് കൃഷ്ണനെ അങ്ങനെ കിട്ടിയില്ലേ. അപ്പൊ ഭഗവാൻ ഇല്ലാണ്ട് ഇരിക്കുമ്പോ എല്ലാവരും ഒരു സെറ്റ്, ഭഗവാൻ ഉണ്ടായിരിക്കുമ്പോ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, പിടി, ബഹളം എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ വ്രജരസങ്ങളാണ്, അതൊക്കെ അവര് എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്, അതൊക്കെ ഭഗവാനെ ആനന്ദിപ്പിക്കാണ്ട്. ഇതേ കളികളാണ് ഗോലോകധാമത്തില്, നിത്യധാമമായ ഗോലോകത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇതേ കളികളും കാര്യങ്ങളും തന്നെയാണ് ഗോലോകത്തിലും നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു എന്ന് പറഞ്ഞാല് രാധാറാണി കൃഷ്ണനും തമ്മിൽ കാണാൻ പറ്റാതെ വരാനുള്ള കാരണം രാധാറാണിയുടെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്കും അമ്മായിയും, അതായത് രാധാറാണിയുടെ അമ്മായിയമ്മയ്ക്കും സിസ്റ്ററിലോയ്ക്കും ഭയങ്കര സംശയമുണ്ട്. എപ്പോഴും കൃഷ്ണനുമായിട്ട് എപ്പോഴും എന്തോ ഇതുണ്ട്, കൃഷ്ണനുമായിട്ട് ഇതുണ്ടെന്നുള്ളത് സംശയമുള്ളതുകൊണ്ട് എപ്പോഴും രാധാറാണീനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ രാധാറാണി എന്ത് ചെയ്താലും ജഡില കുടിലം വന്ന് അതിൽ കുറ്റം കണ്ടുപിടിക്കുക. അപ്പൊ രാധാറാണി എപ്പോഴും ഇരുന്ന് കരയും, എപ്പോഴും ഒരു സമാധാനമില്ല. പിന്നെ രാധാറാണിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളാണെങ്കിൽ എപ്പോഴും ജോലി എന്ന് പറഞ്ഞിട്ട് പോകും, രാധാറാണിനെ നോക്കൊന്നും ചെയ്യില്ല. രാധാറാണി എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കാം, രാധാറാണിക്ക് ആരുമില്ല, പാവാണ്. അപ്പോ രാധാറാണിയുടെ ഗോപികന്മാര് വന്നിട്ട് രാധാറാണിനെ ആശ്വസിപ്പിച്ചിട്ട് അപ്പൊ അവര് രാധാറാണിയും കൃഷ്ണനും തമ്മിൽ കണ്ടുമുട്ടിക്കാനായിട്ട് പല സ്ഥലങ്ങളിലും അവർ തമ്മിൽ മീറ്റ് ചെയ്യലുണ്ട്. മീറ്റ് ചെയ്യാൻ പോണ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാല് സൂര്യകുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സൂര്യകുണ്ടിന്റെ അടുത്തുള്ള സൂര്യപൂജയ്ക്ക് എല്ലാ സൺഡേസിലും രാധാറാണി പോകും ഗോപികമാരെയും കൂട്ടിയിട്ട്. അപ്പൊ കുടിലയ്ക്ക് മനസ്സിലായി, കുടിലാണ് സിസ്റ്റർ ഇല്ലോ, കുടിലയ്ക്ക് മനസ്സിലായി ഈ രാധാറാണി എപ്പോഴും പോകുന്നത് കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോ ഒരു ദിവസം ജഡിലയും കൂടെ പിന്നാലെ പോകും. അപ്പൊ നോക്കുമ്പോ ഗോപികമാരെല്ലാം രാധാറാണീനെ അവിടെ ഒരു പ്രത്യേക സ്ഥലത്താക്കിയിട്ട് ഗോപികമാർ പോകുമ്പോ അവിടെ കൃഷ്ണൻ വരുന്നുണ്ട്. അപ്പൊ കുടില കണ്ടു. എന്നിട്ട് നേരെ രാധാറാണിയുടെ ഭർത്താവിനോട് ചെന്ന് പറയും, ഈ രാധാറാണി ആളത്ര ശരിയല്ല, നിന്റെ ഭാര്യ നീ പോയിട്ട് നോക്ക്, അവള് കൃഷ്ണനുമായിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ആ കള്ള കണ്ണൻ, എന്താ പറയാ കറുത്ത വണ്ട് നിന്റെ ഭാര്യയെ ശല്യപ്പെടുത്തുന്നുണ്ട്, വേഗം പോയി നോക്കിക്കോ, അവിടെ ഞാൻ കണ്ടു, സൂര്യകുണ്ടിന്റെ അടുത്തുള്ള സൂര്യക്ഷേത്രത്തിൽ ഞാൻ കണ്ടു എന്ന് പറയും. അപ്പോ അയാനാണെങ്കിൽ പശുവിനെയൊക്കെ മേച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പോയിട്ട് പോവാൻ ഇങ്ങനെ വരും. അപ്പോ രാധാറാണി ആണെങ്കിൽ കൃഷ്ണനായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വരുന്നത്. അപ്പൊ കൃഷ്ണൻ ഇത് മനസ്സിലാക്കിയിട്ടോ എന്തോ പെട്ടെന്ന് കൃഷ്ണൻ അപ്രത്യക്ഷമാവും. അപ്പൊ രാധാറാണി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ അതാ അയാൻ വന്ന് നിൽക്കുന്നു. നീ ആരോടെ ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിച്ചോണ്ട് ഇരുന്നതെന്ന് ചോദിക്കും. അപ്പൊ രാധാറാണി പറയും, ഞാൻ സൂര്യ ഭഗവാനോടാണ് സംസാരിച്ചോണ്ട് നിന്നാന്ന് പറയും.
സൂര്യഭഗവാനോട്. എന്ത് സൂര്യഭഗവാനോട് സംസാരിക്കുന്ന? ഈ വിഗ്രഹം സംസാരിക്കുമോ എന്ന് ചോദിക്കും. അപ്പൊ ഉടനെ ആ വിഗ്രഹം സംസാരിക്കാൻ തുടങ്ങും. ഹേ അയാൾ, നിന്റെ ഭാര്യയായ രാധ എന്റെ അടുത്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, നിനക്കെന്താ സംശയമുണ്ടോ? നോക്കുമ്പോ ശംഖുചക്ര കഥാപത്മധാരിയായിട്ട് സൂര്യനാരായണനായിട്ട് ഇങ്ങനെ തേജോമയമായിട്ടുള്ള പ്രകാശം അയാൻ കാണുകയാണ്. അപ്പൊ അയാൾ അന്തം വിട്ട് നിൽക്കാണ്. അപ്പൊ പറയും, നിനക്ക് നിന്റെ ഭാര്യയെ സംശയമാണോ? ഇത്രയും നല്ല ചാരിത്ര ശുദ്ധിയുള്ള ഒരു സ്ത്രീയെ നിനക്ക് എവിടെയാണ് കിട്ടുക? എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോ ഹയാം പറയും, എന്നോട് ക്ഷമിക്കണേ സൂര്യനാരായണ ഭഗവാനെ, എന്റെ ഭാര്യയെ ഞാൻ സംശയത്തിൽ ക്ഷമിക്കണേ എന്ന് പറയും. എന്നിട്ട് രാധാറാണിയുടെ പാദത്തിൽ വീണ് അയാൾ നമസ്കരിച്ചിട്ട് പറയും, നിന്നെ ഞാൻ സംശയിച്ചില്ല, എന്നോട് ക്ഷമിക്കണേ രാധേ, നീ പ്രാർത്ഥിച്ചോളൂ, ഇനി നിന്നെ ആരും തടയില്ല, നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് സൂര്യപൂജയ്ക്ക് പോകാം, നിന്നെ ഇനി ആരും തടയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് തിരിച്ചു പോകും. അപ്പൊ രാധാറാണിനെ ഓരോ പ്രാവശ്യം രാധാറാണിനെ ചാസ്റ്റിറ്റിനെ രക്ഷിക്കുന്ന ആരാണ്? പരംപുരുഷനായ ഭഗവാൻ. അപ്പോ അതുകൊണ്ടാണ് അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് ഏത് രീതിയിലാണ്, നിങ്ങളെ ഏത് രീതിയിലാണ് ഭഗവാനെ കാണുന്നതെന്ന് അറിയില്ല. ഭഗവാൻ എന്ന് പറഞ്ഞ പരംപുരുഷനാണ്. ഗോലോകധാമത്തിൽ പോയാലും അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചാലും പരംപുരുഷനായിട്ട് ഒരാളേ ഉള്ളൂ. ആത്മാക്കളെല്ലാം സ്ത്രീയാണ്. ഇവിടെ നമ്മുടെ ഭൂമിയിൽ കാണുന്ന എല്ലാ ആത്മാക്കളും ഇപ്പൊ പുരുഷനായിട്ടുള്ള ശരീരം ഉണ്ടാവുമെങ്കിൽ അവരെല്ലാം സ്ത്രീയാണ്. പരംപുരുഷനായ ഭഗവാൻ, പരമാത്മ സ്വരൂപനായ ഭഗവാൻ മാത്രമാണ് ഒരേ ഒരു പുരുഷൻ എന്നാ പറയുന്നത്. ബാക്കി ലോകത്തുള്ള എല്ലാ ആത്മാക്കളും സ്ത്രീ പുരുഷ വേഷം അണിഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ തലത്തിൽ വേണം നമ്മൾ കാണേണ്ടത്. കാരണം പരംപുരുഷനായ ഭഗവാനോടല്ലാതെ പരാശക്തിക്ക് ഒരിക്കലും ചേരാൻ സാധിക്കുകയില്ല. പിന്നെ കഥയിൽ പറയുന്നത് എന്താ വെച്ചാൽ രാധാറാണി എന്തുകൊണ്ടാണ് മറ്റൊരു വ്യക്തി വിവാഹം കഴിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ആ വ്യക്തി കഴിഞ്ഞ ജന്മത്തിലൊക്കെ ഭഗവാന്റെ ഭാര്യയെ, അതായത് ലക്ഷ്മി ദേവിയെ സ്വന്തം ഭാര്യയായിട്ട് കിട്ടാനായിട്ട് കുറെ വർഷങ്ങൾ തപസ് ചെയ്തു. അത് റോങ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ അതിനുവേണ്ടി തപസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് രാധാറാണിയെ ഭാര്യയായിട്ട് ലഭിച്ചത്. പക്ഷെ അദ്ദേഹം കൂടി ഭഗവാന്റെ നിഴലാന്നാ പറയുന്നത്. അതായത് രാധാറാണിയുടെ ഭർത്താവായിട്ടിരിക്കുന്ന അയാൻ അല്ലെങ്കിൽ അഭിമന്യു എന്നും അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്. അദ്ദേഹം കൂടിയും ഭഗവാന്റെ നിഴലാണ്, അതും ഭഗവാന്റെ റിഫ്ലക്ഷൻ ആണ്. പക്ഷേ രാധാറാണി എന്ന് പറയുന്നത് ഭഗവാന്റേത് മാത്രമാണ്. അത് ഉണ്ടായിരുന്ന ജനിച്ചു വീണത് മുതല്, രാധാറാണി ജനിച്ചപ്പോ മുതൽ കണ്ണ് തുറന്നിട്ടില്ല എന്നാ പറയണത്. ഭഗവാൻ ഒരു വയസ്സില് യശോദാമ്മ ഭഗവാനെയും കൊണ്ടുവന്ന് രാധാറാണിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് ആ കുഞ്ഞു വാവയായ ഭഗവാനെയും കൊണ്ടുവരുമ്പോ ഭഗവാൻ എടി രാധേ എണീക്കടി, ഞാൻ വന്നടി എന്ന് പറഞ്ഞിട്ട് നെഞ്ഞത്ത് അടിക്കുമ്പോഴാണ് രാധാറാണി കണ്ണു തുറക്കണം. അതുവരെ കീർത്തിയമ്മയും വൃഷഭാനു മഹാരാജും ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവർക്കൊരു കുട്ടി ജനിച്ചിട്ട് അത് കണ്ണു തുറക്കുന്നില്ല. ആ കണ്ണ് തുറന്നത് തന്നെ രാധാറാണി ആ ഭഗവാനെ കാണാൻ, ഭഗവാനെ അല്ലാണ്ട് ഞാൻ വേറെ ഈ ഭൂമിയിൽ ഒന്നിനും ഞാൻ ആദ്യം കാണില്ല എന്ന് പറഞ്ഞ ആളാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പൊ ആ രാധാറാണിയുടെ കൃഷ്ണഭക്തിയും സ്നേഹവും ഒന്നും, അല്ലെങ്കിൽ രാധ തന്നെയാണ് കണ്ണൻ എന്ന് പറയുന്ന ഭഗവാന്റെ ക്ലാദിനി ശക്തിയാണ്. ഭഗവാൻ തന്നെ സ്ത്രീയായിട്ട് മറ്റൊരു രൂപം സ്വീകരിച്ച അവർ ട്വിൻ ഫ്ലെയിം ആണ്. ഒരേ ആത്മാവ് സ്പ്ലിറ്റ് ചെയ്തതാണ്. ഒരേ ആത്മാവിന്റെ രണ്ട് ശരീരമാണ് രാധയും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഒരു റിലേഷൻഷിപ്പും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല നമുക്ക്. അതായത് ഭഗവാനെ കണ്ടാലേ കണ്ണു ഓർക്കുള്ളൂ എന്ന് പറയാ. അത്രയും കാലം കണ്ണടച്ച് പിടിച്ചിരിക്കുന്ന ഒരു ജന്മം, അതാണ് രാധാറാണി. അപ്പൊ ആ രാധാറാണിയുടെ പോലെ ആകാൻ ആർക്കും സാധിക്കില്ല. ആ രാധാറാണിയെ പോലെ ഭഗവാനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കില്ല. ആ രാധാറാണിയെ പോലെ ഭഗവാന് വേണ്ടിയിട്ട് ജീവിച്ച് കാണിച്ചത്. നമ്മള് വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും രാധേ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ എപ്പോഴും എനിക്ക് തോന്നും വളരെ കരുണാമയിയാണ് ദേവി, വളരെ സ്വീറ്റ് ആണ് ദേവി. നമ്മള് ദേവി എന്ന് പറയുമ്പോഴേ ദേവി ഞാനിപ്പോ നാളെ ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു അമ്മ പറയുന്നുണ്ടു, എനിക്ക് കൃഷ്ണനെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ദേവിമാരെ കണ്ടാൽ പേടിയാണ്. നിങ്ങളുടെ എല്ലാ ദേവിമാർക്കും ഇങ്ങനെ കുറെ വാളും പരിചയം അതും ഇതും ഒക്കെ കാണുമ്പോ എനിക്ക് പേടിയാണെന്ന് പറയും. ദേവി നാക്കൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര രൗദ്രഭാവത്തിലാണ് എല്ലാ ദേവിമാരും ഇരിക്കുന്നത്. ആണ് ദേവിമാരെയൊക്കെ. പിന്നെ അമ്മമാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. എന്തെങ്കിലും ചെറിയ തെറ്റ് മതി നമ്മളെ പേടിപ്പിക്കാൻ, നമ്മളെ ശാസിക്കും, നമ്മളെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യും ദേവി ഭക്തർക്ക്. ദേവി പൂജയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചാൽ ആ കുടുംബം മൊത്തവും നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് പേടിയാണ് എല്ലാവർക്കും. ദേവി മഹാത്മ്യം ഞാൻ പറഞ്ഞു തന്നപ്പോ അത് വായിക്കാൻ പോലും ആളുകൾക്ക് പേടിയായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും പേടി കുറച്ചായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ദേവി മഹാത്മ്യമൊക്കെ എല്ലാവരും വായിക്കാൻ തുടങ്ങി, സൗന്ദര്യലഹരിയൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷെ എന്നാലും രാധാറാണിയായിട്ട് നിങ്ങൾ ദേവിയെ കണ്ടു നോക്കൂ, ഭയങ്കര സ്വീറ്റ് ആണ്.
സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനും നിങ്ങൾ പറയണ എനിക്ക് ഇങ്ങനെ തെറ്റു പറ്റിപ്പോയി രാധാറാണി സാരില്ല, അതും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഭഗവാനെയല്ലേ ഇഷ്ടം, ഭഗവാനെ നിങ്ങൾക്ക് ഇഷ്ടാണോ എന്നാ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം എന്ന് പറയണ ആളാണ് രാധാറാണി. അത്രയും മേഴ്സിഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അമ്മയായിട്ട്, ചേച്ചിയായിട്ട്, അനിയത്തിയായിട്ട്, മകളായിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട്, ലേഡി ഫ്രണ്ടായിട്ട്, നിങ്ങൾക്ക് ആരോടും പറയാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരെ രാധാറാണിയോട് നിങ്ങൾ പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ഏറ്റവും, കാരണം ഈ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് തന്നെ ചിലപ്പോഴൊക്കെ പാരയാണ്. പിന്നെ പെണ്ണുങ്ങൾ പറയുമ്പോൾ അങ്ങോട്ടും കൂടെ അസൂയ, മറിച്ചത് പല പല കാര്യങ്ങൾക്കും പെണ്ണുങ്ങൾ തമ്മിൽ തല്ലും. ആണുങ്ങൾ അതിനു വേണ്ടിട്ട് തന്നെ ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അപ്പൊ ഇവിടെ പറയണില്ല. അപ്പോ ആണുങ്ങളാണെങ്കിൽ എപ്പോഴും അങ്ങനെ ഇങ്ങനെയൊന്നും അവർ ഈ ചെറിയ ചെറിയ ഈഗോയ്ക്കൊന്നും ആണുങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് അടിപിടി തല്ലുംപിടി ഒന്നും കൂടില്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും കാര്യം മതി അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലും പിടിയാണ്. അപ്പോ നമ്മൾക്ക് പേടിയാണ്. ഇപ്പൊ ലേഡീസായിട്ട് ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ നമ്മളെ, പിന്നെ പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര ലോലാണ്. നമ്മൾ എന്തെങ്കിലും ഒരു രഹസ്യം പറഞ്ഞാല് ഒരു മാസം കഴിയുമ്പോഴേക്കും അത് 100,000 പേരിലേക്ക് എത്തിയിട്ടുണ്ടാവും. കാരണം അതിനൊരു പഴഞ്ചൊല്ല് ആണുങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ, ഒരു കുടത്തിന്റെ ഒരു സ്ത്രീയുടെ വായ അടയ്ക്കാൻ പറ്റില്ല, 10 കുടത്തിന്റെ വായ അടയ്ക്കാന്നോ. അങ്ങനെ നമുക്ക് ഓൾറെഡി ലേഡീസിന് വളരെ മോശം പേരുകൾ, പഴഞ്ചൊല്ലുകൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലേഡി സുഹൃത്താണ് രാധാറാണി എന്ന് പറയുന്നത്. എന്തോ ആ പാദത്തിൽ നമുക്ക് സമർപ്പിക്കാം. അമ്മയായിട്ട് കാണാം, ചേച്ചിയായിട്ട് കാണാം, അനിയത്തിയായിട്ട് കാണാം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാം, എന്തും പറയാം. ഇനി നമ്മള് ഭഗവാനോട് ഇനി എന്തെങ്കിലും പറയാനുള്ള കാര്യം തന്നെ, രാധാറാണി ഒന്ന് ഭഗവാനോട് പറയോ എന്ന് ചോദിച്ചാൽ അത് വേഗം സാധിച്ചു തരും രാധാറാണി. അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ദേവി സങ്കല്പാണ് രാധാറാണി എന്ന് പറയുന്നത്. അത്രയും മേഴ്സിഫുൾ ആണ്. കാരണം ഇത്രയധികം സാക്രിഫൈസ് ചെയ്തു ഭഗവാനെ. ത്യാഗമാണ് സ്നേഹം എന്ന് കാണിച്ചു തന്നില്ലേ. അത് ശരിക്കും എല്ലാവർക്കും എനിക്ക് വേണേ ഭഗവാനെ, എനിക്ക് കൃഷ്ണനെ വേണം, എന്റെ കൃഷ്ണനാണ്, എന്റെയാണെന്ന് പറയുന്ന ലോകത്തില് എല്ലാവരുടേതുമാണ് കൃഷ്ണൻ. നിങ്ങൾ ആരൊക്കെ കൃഷ്ണനെ സ്നേഹിക്കണോ അവരൊക്കെ എന്റേതുമാണെന്ന് പറയുന്ന ആളാണ് രാധാറാണി എന്ന് പറയുന്നത്. അത്രയും സ്വീറ്റ് ആണ്. അപ്പൊ കൃഷ്ണൻ തന്നെ എന്തുകൊണ്ടാണ് രാധാറാണി ഇത്രയധികം സ്നേഹിക്കുന്നത് പറഞ്ഞാൽ രാധാറാണി ഇങ്ങനെ വിട്ടിട്ട് സ്നേഹിക്കാണ്. ഹൈലി പൊസസീവ് ആണ് പുള്ളിക്കാരത്തി. ഹൈലി എപ്പോഴാ പൊസസീവ് എന്നാണ് ഇങ്ങനെ ആരോ പറയണത് ഇങ്ങനെ കേട്ടു. നമ്മള് കൃഷ്ണനെ കുറെ സ്നേഹിച്ചാലേ രാധാറാണി നമ്മളോട് കോപിക്കും. രാധാറാണി എപ്പോഴാ കോപിക്കണെന്ന് പറഞ്ഞാൽ രാധാറാണിയുടെ മഹത്വം മനസ്സിലാക്കാതെ നമ്മൾ രാധയാണ്, നമ്മളാണ് ഏറ്റവും കൂടുതൽ ഭഗവാനെ സ്നേഹിക്കുന്നത് അങ്ങനെ പറയുമ്പോഴാണ് രാധാറാണിക്ക് അവരുടെ പോസസീവ്നെസ് അവിടെ വരുന്നത്. അതേസമയം രാധാറാണിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ രാധാറാണിയെ സ്നേഹിക്കൂ. കാരണം രാധ തന്നെയാണല്ലോ കൃഷ്ണൻ. അപ്പോ ഓട്ടോമാറ്റിക്കലായിട്ട് ഭഗവാന്റെ സ്നേഹം നമുക്ക് കിട്ടും. കാരണം രാധാറാണി തന്നെ പറയും, ദാ ഈ ഡിവോട്ടി എന്നെ എന്തുമാത്രം സ്നേഹിക്കാന്നറിയാമോ ആളെന്നെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, രാധാറാണിയെ ആരൊക്കെ സ്നേഹിച്ചോ ആ ഗോപികമാരെല്ലാവരെയും കൃഷ്ണനും ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പൊ അതാണ് ഭഗവാനിലേക്ക് എത്താനുള്ള ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള, സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ലെങ്ത് കുറഞ്ഞ വഴിയാണ് രാധാദേവിയുടെ പാദധൂളികളായി മാറുക എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് ആർക്കും ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല എന്ന് ആണ് നിങ്ങൾ ലേഡീസിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ആണുങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾക്ക് എല്ലാ ബെസ്റ്റ് ആയിട്ടുള്ള അതാണ് രാധാറാണിയെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ലേഡീസിന് ആരോടെങ്കിലും ആണ് നമ്മുടെ ഒരു ഹൃദയരഹസ്യം പറയണം, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം പങ്കിടണമെന്ന് വെച്ചാല് ഭഗവാനോട് പോലും നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ് വെച്ചാൽ അത് രാധാറാണിയോട് ധൈര്യമായിട്ട് പറയാം. രാധാറാണി എന്തായാലും കേൾക്കും, അതെനിക്ക് ഉറപ്പാണ്. രാധാറാണി നിങ്ങൾക്ക് അതിനൊരു വഴി കാണിച്ചു തരുകയും ചെയ്യും. കാരണം ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന നമ്മുടെ ലേഡി ഫ്രണ്ടാണ് രാധാറാണി എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. രാധാറാണിയുടെ പിറന്നാള് വരികയാണ്. എന്നെങ്കിലും ഒരു കാലത്ത് ഒരു രാധാറാണിയുടെ ഒരു ബിഗ് ആയിട്ടുള്ള ടെമ്പിള് ഇവിടെ കേരളത്തിൽ ഉണ്ടാകും. ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടാക്കും, ആരെങ്കിലും ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ രാധാറാണിയുടെ വലിയ ക്ഷേത്രങ്ങളൊന്നും ഇല്ല. നമുക്ക് ഗുരുവായൂരിൽ പോയിട്ട് നമുക്ക് അവിടെ രാധ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ രാധാറാണി എന്തായാലും ഉണ്ടാവും. കൃഷ്ണൻ എവിടെ ഉണ്ടാവും അവിടെ രാധാറാണി ഉണ്ടാവും. അപ്പൊ അവിടെയുള്ള വിശ്വാസത്തിൽ ഞാൻ ഇപ്രാവശ്യം എന്റെ രാധാഷ്ടമി ഗുരുവായൂരിൽ വരും. ഞാൻ അവിടെ നാരായണാലയത്തിലാണ് ഈ രാധാവദന വിലോകന വികസിത വിവിധ വികാര വിഭംഗം ജലനിധിമിവ വിധുമണ്ഡല ദർശന തരണിത തുംഗ തരംഗം കൃഷ്ണം
ഹരിമേകരസം ചിരമഭീനശിത വിലാസം കൃഷ്ണം. ഇതാണ് അഷ്ടപതി. ഇത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് കേൾക്കണം കേട്ടോ, അടിപൊളിയായിരിക്കും. എല്ലാവർക്കും രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും രാധാഷ്ടമി സെലിബ്രേറ്റ് ചെയ്യുക. ഉച്ചവരെ ഫാസ്റ്റിംഗ് എടുക്കുക. നിങ്ങൾക്ക് കഴിയണ പോലെ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുക. നല്ല ഡ്രസ്സൊക്കെ മേടിച്ച് രാധാറാണിക്ക് സമർപ്പിക്കുക. ചക്കുളത്തുകാവിൽ രാധാറാണി ഉണ്ട്. ഞാൻ ചക്കുളത്തുകാവിൽ പണ്ട് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ വരാം രാധാറാണിയെ കാണാൻ വേണ്ടിട്ട്. ഇനി ഒരു ദിവസം വരണ്ട്. അപ്പോ എല്ലാവർക്കും രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാ കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.